ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് മുൻകൂർ ജാമ്യത്തിനായി ഇന്ന് രാവിലെ ശ്രമിച്ചിരുന്നു. വൈകുന്നേരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ദ്വയാർത്ഥം വെച്ചുള്ള പ്രതികരണം ആണ്, തൻ്റെ പ്രതികരണം വളച്ചൊടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ സിജോ വി ജോൺ നൽകും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും. സിജോ, വൈദ്യപരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുകയാണ്. ഏറ്റവും ഒടുവിലും ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നത് തനിക്കിതിൽ താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം തന്നെയാണോ ആരോപിക്കുന്നത്? എന്താണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു നിലപാട്? താൻ നിരപരാധിയാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയാണ്. മാത്രമല്ല, കുറ്റബോധമുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ കുറ്റബോധമില്ല എന്ന തരത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത്. താൻ അത്തരത്തിലുള്ള ഒരു പരാമർശവും ഇതുവരെയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നതാണ്. നേരത്തെ വയനാടൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ ഒരു കാര്യം പറഞ്ഞിരുന്നത് താൻ തന്റെ വാഹനത്തിൽ വന്നോളാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിന്റെ വാഹനത്തിൽ തന്നെയായിരുന്നു. അതേ നടപടി തന്നെയാണ് പോലീസ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പോലീസ് നിയമപരമായ നടപടികളിലേക്ക് പൂർണ്ണമായും കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഇപ്പം തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. തുടർന്ന് നാളെ ആയിരിക്കും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക എന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് പോവുകയും ചെയ്യുന്നത്. BNS പ്രകാരം ലൈംഗിക അധിക്ഷേപം നടത്തുന്ന തരത്തിൽ സംസാരിക്കുക, അതോടൊപ്പം തന്നെ ഈ IT ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതിക്കാരിയുടെ. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പ് ചുമത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാവിലെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വയനാട്ടിൽ വെച്ച് 1.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം വൈകിട്ട് 7 മണിയോടുകൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നു. അറസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നു. പക്ഷേ വൈദ്യപരിശോധന വൈകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സമയം അത്രയും അന്വേഷണ സംഘം വിശദമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കി, അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചാണ് ബോച്ചയെ ചോദ്യം വരുന്നത്. താൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് ഈ ചോദ്യം ചെയ്യലിൽ ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ആ പരാമർശങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം തെളിവുകൾ തേടി ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് സംഘം നീങ്ങുകയാണ്. ബോബി ചെമ്മണ്ണൂരിനുള്ള കുരുക്ക് കൂടുതൽ കുരുങ്ങുകയും ചെയ്യുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. IT ആക്ടും അതോടൊപ്പം തന്നെ ലൈംഗിക അധിക്ഷേപത്തോടെ പെരുമാറുക, അത്തരം 2 വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാൽ മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭ്യമാകൂ എന്നുള്ളൊരു സാധ്യതയാണ്. എന്തായാലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. സിജോ വി ജോണാണ് അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കേരള
സമയത്ത്